പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായ അഴിമതി ആരോപണം സഭയിൽ സജീവമാക്കാൻ ഭരണപക്ഷം. തെരുവിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. ആരോപണം ഉന്നയിച്ച പി.വി. അൻവറിനെ CPM പിന്തുണച്ചാൽ സഭ ഇന്നും പ്രക്ഷുബ്ധമാകും. വിശദാംശങ്ങൾ കമലേഷ് തെക്കേക്കാട് നൽകുന്നുണ്ട്. കമലേഷ്, വി.ഡി. സതീശനെതിരായ അഴിമതി ആരോപണം സഭയിൽ എന്തായാലും ഭരണപക്ഷം സജീവമാക്കും. കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ് ഭരണപക്ഷം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായ ഈ അഴിമതി ആരോപണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഒരുപക്ഷെ ഭരണപക്ഷം ഇന്ന് സഭയിൽ ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. കഴിഞ്ഞ ദിവസം പി.വി. അൻവർ MLA ആണ് ഗുരുതരമായ ആരോപണം നിയമസഭയിൽ വെച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കുന്നത്. 150 കോടി രൂപ ഈ കേരയിൽ വിരുദ്ധ സമരത്തിന് വേണ്ടി, അത്തരമൊരു സമരം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വൻകിട കുത്തക കമ്പനികളിൽ നിന്നും വി.ഡി. സതീശൻ കോഴ വാങ്ങി എന്നതായിരുന്നു ആരോപണം. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ചില കമ്പനികൾ, ചില കുത്തക കമ്പനികൾ, അതായത് ഈ കേരളത്തിൽ വരുന്നതോടുകൂടി ഈ കേരയിൽ കടന്നു പോകുന്ന 11 ജില്ലകളും ചെറിയ തോതിലുള്ള IT ഹബ്ബുകളായി മാറും എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിലുള്ള IT ഹബ്ബുകളായി മാറിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ച് പുറത്തുപോയി ഒക്കെ ജോലി ചെയ്യാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഇവിടെ തന്നെ IT ജോലികൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. അത്തരത്തിലുള്ള സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂർ അടക്കം, അതായത് കർണാടകയിലെ ബാംഗ്ലൂർ അടക്കമുള്ള ഇടങ്ങളിലുള്ള IT മേഖലയിലുള്ള കമ്പനികളെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമുണ്ടാവും. അത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടിയാണ് ഈ കുത്തക കമ്പനികളെല്ലാം തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ഇത്തരത്തിലുള്ള പ്രാഥമിക ഗൂഢാലോചന നടത്തിയത് എന്നാണ് പി.വി. അൻവർ ഇന്നലെ സഭയിൽ ആരോപിച്ചത്. ഇതിൻ്റെ ഭാഗമായി വി.ഡി. സതീശനെ ഇതിനായി ചുമതലപ്പെടുത്തുകയായിരുന്നു. വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. 3 ഘട്ടങ്ങളിലായി 150 കോടി രൂപ വി.ഡി. സതീശൻ കൈപ്പറ്റി എന്നതടക്കമുള്ള ആരോപണം, ഗുരുതരമായ ആരോപണങ്ങളാണ് നിയമസഭയിൽ പി.വി. അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നലെ വി.ഡി. സതീശൻ ഇത് സംബന്ധിച്ച് വളരെ ലാഘവത്തോടുകൂടി പി.വി. അൻവറിനെ പോലൊരാൾ ഇതിനപ്പുറവും പറയും എന്നതായിരുന്നു അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചിരുന്നത്. അതിന് ഈ ആരോപണങ്ങളെ വില കൽപ്പിക്കാതെ അദ്ദേഹം മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ വിഷയം കൂടുതൽ സജീവമാക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് CPM-ഉം അതുപോലെ തന്നെ ഭരണപക്ഷവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ സഭ അവസാനിച്ചതിന് ശേഷം DYFI അടക്കമുള്ള യുവജന സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായി. വി.ഡി. സതീശൻ ഈ അഴിമതി നടത്തിയ വി.ഡി. സതീശനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യമടക്കം ഉന്നയിച്ചുകൊണ്ടാണ് വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് DYFI അടക്കം കടന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഇതിലൊരു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്ന് വീണ്ടും സഭയിൽ ഈ വിഷയങ്ങൾ ഉയർന്നു വന്നാൽ CPM അല്ലെങ്കിൽ CPM മന്ത്രിമാരും അതുപോലെ തന്നെ MLA-മാരും വി.ഡി. സതീശനെതിരെ പി.വി. അൻവർ കൊണ്ടുവന്ന ഈ അഴിമതി ആരോപണത്തെ പിന്താങ്ങുമോ, അതായത് പി.വി. അൻവറിനെ പിന്തുണയ്ക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അത്തരത്തിൽ CPM-ന്റെ പിന്തുണ കൂടി പി.വി. അൻവറിന് ലഭിച്ചു കഴിഞ്ഞാൽ ഇത് കുറെ കൂടി ഗൗരവ സ്വഭാവമുള്ള ഒരു വിഷയമായി വരാനുള്ള സാധ്യത തന്നെയാണ് വരുന്നത്. സ്വാഭാവികമായും ഈ വിഷയം വീണ്ടും ഇന്ന് വന്നു കഴിഞ്ഞാൽ വലിയ തരത്തിലേക്ക് സഭ പ്രക്ഷുബ്ധമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് സഭയിൽ പ്രധാനപ്പെട്ട 3 ബില്ലുകളിൽ മേലുള്ള ചർച്ചയാണ് നടക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന ചരക്ക് സേവന ഭേദഗതി ബില്ലാണ്. അതുപോലെ തന്നെ കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, അതുപോലെ തന്നെ കേരള പഞ്ചായത്തി രാജ് ഭേദഗതി ബിൽ. ഈ 3 ബില്ലുകളാണ് ഇന്ന് പ്രധാനമായും സഭയിൽ ചർച്ച ചെയ്യുക. സഭ പാസ്സാക്കുന്നതിനനുസരിച്ച് ഇത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് സഭയിൽ ചർച്ചയുണ്ടാവും. മറ്റ് അടിയന്തര പ്രമേയമായി ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് ഈ വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട കേസിലടക്കം പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ ഇന്ന് അടിയന്തര പ്രമേയം പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ട്. ഈ വിചാരണ കോടതിയാണ് പ്രതിയെ വെറുതെ വിട്ടത്. അതേസമയം ഹൈക്കോടതിയിൽ ഇതിനെതിരെ അപ്പീൽ നൽകിയിട്ടുണ്ട് സർക്കാർ എന്നതായിരിക്കും സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനെതിരെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്. ഏതായാലും ഈ വിഷയവും അടിയന്തര പ്രമേയമായി സഭയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ തരത്തിൽ സഭാ അങ്കണം പ്രക്ഷുബ്ധമാവുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. ഏതായാലും വി.ഡി. സതീശനെതിരായ അഴിമതി ആരോപണം കൂടുതൽ ഗൗരവ സ്വഭാവത്തിൽ അവതരിപ്പിക്കാനും അത് സജീവമാക്കി നിർത്താനുമുള്ള ഒരു ഒരുക്കത്തിലാണ് CPM-ഉം ഭരണപക്ഷവും ഉള്ളത്. അനുജ.
ശരി, വ്യക്തമാണ് കമലേഷ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ അഴിമതി ആരോപണം സഭയിൽ സജീവമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഭരണപക്ഷം. എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യുവജന സംഘടനകളുടെ തീരുമാനം. PV അൻവറിനെ CPM പിന്തുണച്ചാൽ സഭ കൂടുതൽ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. വിശദാംശങ്ങൾ നൽകിയത് കമലേഷ് തെക്കേക്കാടാണ്.